ഓയിൽ കഴിഞ്ഞു. സല്ലിൻ്റെ വേറെ ഉണ്ട്. തീ കുറച്ച് വെക്കണം പൊടികൾ ഇടണേക്കാളും മുന്നേ. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി. ഗ്യാസ് നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് ഇടുന്ന വഴി കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലി, ഇനി കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ആയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ചിക്കൻ നോക്കാം. എന്നിട്ട് നന്നായി തിരിച്ച് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മുന്നേ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്ന സവാള ഇട്ടാം, അതാണ് ഇങ്ങനെ ഇരിക്കുക. ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കാം. ഞാൻ കുറച്ച് മിൻറ്റ് ലീഫ് ഇടുന്നുണ്ട്, എനിക്കിതിന് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കാണി. നെക്സ്റ്റ് ഗരം മസാല, ചിക്കൻ മസാല. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റ് സാധനം, അടിപൊളിയായി. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചാണല്ലോ, പക്ഷെ എൻ്റെ നാരങ്ങ നീരില്ല, എന്നാലും അടിപൊളിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.